എല്ലാവർക്കും സെവൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ പുതിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മളിവിടെ കൊച്ചിയിൽ വന്ന് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഫുഡെല്ലാം കഴിച്ചു. നമ്മളവിടെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്ന നമ്മളിപ്പോൾ നേരെ ഫ്ലൈറ്റിൽ ബോർഡിങ്ങിന് വേണ്ടി പോകും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ബത്തിക് എയർ എന്ന് പറയുന്നൊരു എയർലൈൻസിൻ്റെ ടിക്കറ്റാണ് എടുക്കുന്നത്. അതൊരു മലേഷ്യൻ എയർലൈൻസ് ആണ്. കൊച്ചിയിൽ നിന്നും മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ട് വഴിയാണ് നമ്മൾ ബാലിയിലേക്ക് പോകുന്നത്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ബത്തിക് എയറിലുള്ള. ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിൽ കൂടിയും തന്നെ അത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അതുപോലെ സീറ്റായാലും എല്ലാം നല്ല അടിപൊളി സീറ്റായിരുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്തോനേഷ്യൻ ട്രാവൽ സീരീസിനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാത്രി യാത്ര ആയതുകൊണ്ട് കയറിയ പഠനം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം രാവിലെ നേരം പരപരാ വെളുത്തപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിലിരുന്നിട്ട് സൺറൈസ് കാണാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മലേഷ്യയിലെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. വലിയൊരു നദിയും അതേപോലെ നിറച്ച് ഇങ്ങനെ ഈ എണ്ണപ്പനകളുടെ വലിയ തോട്ടമൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ലാൻഡായി. മലേഷ്യ സമയം രാവിലെ 7:30ക്കാണ് ഫ്ലൈറ്റ് ലാൻഡായത്. ഇനിയൊരു 8 മണിക്കൂർ നമുക്ക് ഈ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്കിനി ബാലിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. മലേഷ്യ എയർപോർട്ടിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ 7:30 ഇനി വൈകിട്ട് 4:30 മണിക്കാണ് ഒന്ന് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് നോക്കാം. അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 2 ടെർമിനലുകളായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഇത്. അതിൽ KL1 എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ വലിയൊരു എയർപോർട്ടാണ്. അധികം ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല എങ്കിൽ കൂടിയും അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. ടെർമിനൽ 1 നമ്മളിപ്പോൾ ടെർമിനൽ 2 C5 എന്ന് പറയുന്ന ബസ്സിൽ നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ ഫസ്റ്റ് ടൈം വന്ന കാരണം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് ലേറ്റ് ആയതിനു ശേഷമാണ് പോയി ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് അപ്പുറത്ത് വരെ പോകണം, അപ്പോൾ C5 ബസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ C5 ബസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടേക്ക് പോയിട്ടാണ്. പക്ഷേ മലേഷ്യയിലേക്ക് എൻട്രി ചെയ്യാത്ത ആൾക്കാർക്ക് ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ മേലേക്കുള്ള എലിവേറ്റർ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ മേലെ വന്ന അവിടെ ഡിപ്പാർച്ചർ ഗേറ്റുകളാണ്. ഡിപ്പാർച്ചർ ഗേറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. എല്ലാ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ബോർഡിംഗ് ആണ് കേട്ടോ. നമ്മൾ കോലാലംപൂരിൽ നിന്ന് നമ്മൾ ബാലിക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഞാനാണ് ഫസ്റ്റ് കയറിയത്. വളരെ കുറച്ച് പാസഞ്ചർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4:30 മണിക്ക് തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അതിനുശേഷം നേരെ ബാലിയിലേക്കുള്ള യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പിന്നീട് നമ്മുടെ മലേഷ്യൻ കാഴ്ചകളൊക്കെ മറഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് പുതിയ ബാലി കാഴ്ചകൾ കാണാം. അങ്ങനെ 7:30 മണിക്ക് തന്നെ നമ്മൾ ഗുസ്തി നെഗുറ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡിപെൻസർ ബാലി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡായി. എയർപോർട്ടിൽ അങ്ങനെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിലും ഉള്ള ആ ചുവരിലൊക്കെ അവർ അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് നേരെ ഇങ്ങനെ മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ എത്തി. അവിടെയും കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മുന്നേ കൂട്ടി ഞങ്ങൾ ഓൺലൈനിൽ വിസ എടുത്ത കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓൺ അറൈവൽ വിസയാണ്. $32 നമുക്ക് വിസയ്ക്കായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഓൺലൈനിൽ $32 സെയിം പൈസ തന്നെ നമ്മളിപ്പോൾ ഓൺ അറൈവൽ വിസ ആയാലും നമുക്ക് അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ അവിടെ നിന്ന് കിട്ടും. 1 മാസത്തെ വിസയാണ് അവർ അടിച്ചു തരുന്നത്. ഈ കാണുന്ന ഒരു QR കോഡ് കണ്ടത് നമ്മൾ ബഗേജ് എടുക്കാൻ വരുമ്പോൾ കാണുന്ന ഒരു QR കോഡിൻ്റെ ഒരു ബോക്സാണ് കണ്ടത്. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിലൊരു ഫോം വരും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു QR കോഡ് നമുക്ക് വരും. അപ്പോൾ ആ QR കോഡ് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അവർ കസ്റ്റംസുകാർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കൗണ്ടറിൽ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അടുത്ത് കണ്ട സ്റ്റാർബക്സിൽ കയറി ഒരു കോഫി ഓർഡർ ചെയ്തു. അതിൻ്റെ ബില്ല് വന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. 66,000 ഇന്തോനേഷ്യൻ റുപ്പീസാണ് അവർ ബില്ലിൽ വന്നത്. ഇപ്പോൾ 20 ദിർഹംസ് ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും എമൗണ്ട് കാണാൻ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഞങ്ങളങ്ങനെ ഇവിടെ ബാലി എയർപോർട്ടിൽ എത്തിക്കണം. എത്തി ഞാൻ ആദ്യം വന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോകുന്ന പരിപാടിയാണ്. ഈ കാണുന്നതാണ് ബാലി എയർപോർട്ട്. എയർപോർട്ടിനകത്ത് പ്രൈസ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തുനിന്നാണ് ടാക്സി പിടിച്ച് കുട്ടയിലേക്ക് പോയത്. വക്കും ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. 3 ദിവസത്തേക്കാണ് ഇവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. 222 ദിർഹംസ് ആയിരുന്നു 3 ദിവസത്തേക്ക് ചാർജ് വന്നത്. അങ്ങനെ അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഉള്ളൊരു മിനി മാർട്ടാണത്. കണ്ടോ, 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ചിപ്സ് കാര്യങ്ങൾ വെക്കുന്നുണ്ടോ, കുറേ ക്രീം ഐറ്റംസ്. ചെറിയൊരു മിനി മാർട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ കണ്ടോ ജ്യൂസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കള്ള് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കള്ള് കുറേ വെച്ചിട്ടുണ്ട്.
നമ്മള് 1 ലക്ഷം കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത് കേട്ടോ. 1 ലക്ഷം കൊടുത്തിട്ട് 3000 വാങ്ങിച്ചു. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ബക്കം ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നൊരു അടിപൊളി ഒരു റിസോർട്ടാണിത്. ബീച്ചിൻ്റെ അടുത്തൊന്നുമില്ല, കുറച്ച് ദൂരെ തന്നെയാണ്, പക്ഷെ എന്നാലും എൻ്റെ പേര് അങ്ങനെയാണ്. ഈ കാണുന്ന ബൈക്കുകൾ കണ്ട, ഇതേപോലുള്ള ബൈക്കുകൾ നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുത്തിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാം. 60,000 മുതൽ 1,50,000 വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയൊരു പൂന്തോട്ടവും ആ പൂന്തോട്ടത്തിന് നടുക്കായിട്ട് വലിയൊരു പൂളും ഉള്ള നല്ലൊരു റിസോർട്ടാണിത്. ആ പൂളിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബാറും അതേപോലെ അതിൻ്റെ റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് പൂളിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ബാറ്. ഈ ബാറിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകേണ്ടത്. ഈ ഒരു ഗാർഡനും ഈ പൂളും അതിന് ചുറ്റിലായിട്ടാണ് അവരവിടെ ആ റൂമുകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഏത് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഗാർഡൻ്റെയും പൂളിൻ്റെയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. 2 ബെഡും ടിവിയും ഫ്രിഡ്ജും വാഷ്റൂമും ഒക്കെ ഉള്ള നല്ലൊരു റൂമായിരുന്നു നമ്മളെടുത്തത്. കുളിച്ച് റെഡി ആയതിനു ശേഷം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും കേട്ടോ. കോണും പാൻകേക്കും നൂഡിൽസും ബേക്ക്ഡ് പൊട്ടാറ്റോയും സോസേജും അതുപോലെ ഫ്രൈഡ് റൈസും കിടക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് നൂഡിൽസ്, അതുപോലെ കുറച്ച് സോസേജ് ഉണ്ട്, കോണുണ്ട്, അതുപോലെ പൊട്ടാറ്റോ ബേക്ക് ചെയ്തത്, സലാഡ്, പ്ലസ് കോഫി ടീ കിട്ടില്ല. കുഴപ്പമില്ല, നല്ല ഫുഡാണ്, നല്ല അടിപൊളി ഫുഡാണ്. ഫസ്റ്റ് തന്നെ വന്നപ്പോൾ കഴിക്കാൻ പറ്റിയതായാലും നല്ല സൂപ്പർ ഫുഡാണ് കഴിക്കാൻ. ഫസ്റ്റായിട്ട് പോകണത് ഒരു ചർച്ച ഉണ്ട്, ആ ചർച്ചിലേക്കാണ് ഫസ്റ്റ് പോകണേ. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയെല്ലാം റെന്റിന് എടുത്തിട്ടോ. റെന്റ് ഒരു 1,25,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് റെന്റ് വരുന്നത്. അപ്പോൾ 2 ദിവസത്തേക്കാണ് വണ്ടി എടുത്താണ്. ഇതാണ് നമ്മുടെ ബൈക്ക് മാക്സ് എന്ന് പറഞ്ഞ സാധനം പേയ്മെന്റ്. ഈ ബൈക്കാണ് നമ്മൾ എടുത്താണ്. അപ്പൊ ഇത് കൊണ്ടാണ് നമ്മൾ 2 ദിവസം ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ വന്നത് ഒരു ചർച്ചിലേക്കാണ് കേട്ടോ, സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിലേക്ക് വന്നത്. നമ്മള് ബാക്കിൽ കാണുന്ന ഇതാണ് ചർച്ച്. അതിന് അത്യാവശ്യം വലിയൊരു ചർച്ചയാണ് കേട്ടോ, നല്ല രസമുള്ള ചർച്ചയാണ്. നമുക്ക് അതിന്റെ അവിടെ പോയി ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കും. പിന്നെ സൺഡേ ആണ്, സൺഡേ ആയതുകൊണ്ട് നിറച്ച് വണ്ടികളാണ് ഇവിടെ, നല്ല തിരക്കുണ്ടെന്നുണ്ടാണ്. ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തേക്കാണ് കണ്ടത്. നമ്മള് ഇവിടെ മാസം ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ മാസം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പോവാണ് കേട്ടോ. കുറച്ച് ആൾക്കാരെ കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ പോവാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ബാക്കിൽ കാണുന്നതാണ് ചർച്ച്, സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച്. ഈ കാണുന്ന ചെറിയ പെട്ടിക്കട പോലുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ലോക്കൽ പെട്രോൾ സ്റ്റേഷനാണ്. നമ്മളങ്ങനെ ഇത് ബാലിയില് മെയിൻ റോഡിൽ കൂടെ നമ്മളിനി പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കുട്ട ബീച്ചാണ്. അപ്പൊ കുട്ട ബീച്ചിലേക്കുള്ള വഴിയാണിത്. ഫുള്ള് ഇവിടെ ബൈക്കുകളാണ് കേട്ടോ. ഫുള്ള് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ബൈക്കുകളാണ്. കാറുകൾ വളരെ ചുരുക്കാണ്. എല്ലാവരും ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂട്ടർ പോലുള്ള ബൈക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് കുട്ട ബീച്ചിൻ്റെ അവിടേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ കുട്ട സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലുള്ള ചെറിയ ചെറിയ ടൗണും അതേപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലി ഗാർഡൻ ബീച്ച് റിസോർട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബീച്ച് റിസോർട്ടാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വലിയൊരു മാള് കാണാൻ പറ്റുന്നുണ്ട്, ഡിസ്കവറി മാള്. അങ്ങനെ ഡിസ്കവറി മാളിലെല്ലാം അങ്ങനെ പോകുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത്, അവിടെ അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ എന്തൊരു സെറമണി നടക്കുകയാണ്. ആ അമ്പലത്തിലെ പ്രോഗ്രാം എല്ലാം കുറച്ച് നേരം കണ്ടതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം വാട്ടർ പൂം ബാലി. അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി ഇപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അമ്പലത്തിൽ അടുത്തൊരു സെറമണി കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ കുറേ ആൾക്കാർ എന്തോ സാധനമൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ പോകുന്നത് കണ്ട് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് അവർ പിന്നാലെ നമുക്ക് പോയി നോക്കാം. ഈ ആൾക്കാരെല്ലാം പോകുന്നത് കുട്ട ബീച്ചിൻ്റെ അടുത്തുള്ള ഷെൽട്ടർ കമേക്കനാൽ വരുണ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് അവിടെ. ആ അമ്പലത്തിൻ്റെ അവിടേക്കാണ് അവർ പോകുന്നത്. അവിടെ അവരെന്തോ വലിയൊരു സെറമണി നടക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ ആൾക്കാർ മൊത്തം പോകുന്നത്. ഞങ്ങളും അങ്ങനെ നേരെ കുട്ട ബീച്ചിൻ്റെ അവിടേക്ക് പോയി. അപ്പൊ നമ്മളിങ്ങനെ നടക്കുന്നത് കുട്ട ബീച്ചിന്റെ അവിടെയാണ്. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ ആണ്. ഇന്തോനേഷ്യയിലെ തെക്കൻ ബാലിയിലെ ഒരു പട്ടണമാണ് കുട്ട. ഒരിക്കലും അതൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. 2 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ കടൽ തീരവും
കൂടാതെ നിരവധി റെസ്റ്റോറൻറ്റുകളും ബാറുകളും സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നു. സർഫിംഗ് പോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ട. ഇന്തോനേഷ്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രശസ്തമായ ബാലിയിലെ ആദ്യത്തെ പട്ടണങ്ങളിലൊന്നായിരുന്നു ഇത്. ഈ കുട്ട ബീച്ചിൻ്റെ അടുത്ത് കാണുന്ന വലിയൊരു അമ്പലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് അവിടെ വരുണ ഭഗവാന്റെ 2 പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കിൽ കാണുന്നതാണ് ബീച്ച്. അതിന്റെ ചെറിയൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു റിസോർട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ സൈഡിലായിട്ട്. അതുപോലെ നമുക്ക് നീണ്ടു കിടക്കുന്ന ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. അത്ര വാക്കിംഗ് സ്ട്രീറ്റ് അത്ര സജീവമായിട്ടില്ല. എനിക്ക് തോന്നുന്ന ഉദ്ദേശം വൈകുന്നേരമൊക്കെ ആയിരിക്കുന്നുണ്ട് മെയിനായിട്ട് അതിനൊരു പീക്ക് സമയം എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? നമ്മുടെ നാടൊക്കെ ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്ക് വൃത്തിയില്ല. ഇവിടെ നമ്മള് എവിടെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. എല്ലാ ഏരിയയും നല്ല വൃത്തിയിൽ അത് കീപ്പ് ചെയ്താണ്. ഈ കാണുന്നത് കുട്ട ബീച്ചിന്റെ അടുത്തുള്ള ആർട്ട് മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവരവിടെ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കടകളാണ്. അവിടെ ആർട്ട് വർക്ക് ആയാലും അതുപോലെ ഡ്രസ് ഐറ്റംസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ആർട്ട് മാർക്കറ്റ്. അവിടെ ആർട്ട് വർക്കും ഡ്രസ്സും മാത്രമല്ല, അതുപോലെ ഈ പൂജയ്ക്കുള്ള കുറേ സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനം കണ്ടത് അവർ അമ്പലത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ആർട്ട് മാർക്കറ്റിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. GWK പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോണേ. ബാലി ഇന്തോനേഷ്യയിലെ ഒരു പ്രവിശ്യയായ ദ്വീപസമൂഹമാണ്. പടിഞ്ഞാറ് ജാവയ്ക്കും കിഴക്ക് ലോംബോക്കിനിടയിലായി ലെസർ സുന്ദ ദ്വീപസമൂഹങ്ങൾക്ക് പടിഞ്ഞാറെ കോണിലായാണ് ബാലി ദ്വീപിന്റെ സ്ഥാനം. ഇന്തോനേഷ്യയിലെ 33 പ്രവിശ്യകളിലൊന്നായ ബാലിയുടെ തലസ്ഥാനം ദ്വീപിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഡെൻപസാർ. ബാലിയെ കൂടാതെ ചുറ്റിലുമുള്ള ചില ചെറിയ ദ്വീപുകളും ഈ പ്രവിശ്യയിൽ ഉൾപ്പെടുന്നു. 2010 കണക്ക് പ്രകാരം ഈ ദ്വീപിലെ ജനസംഖ്യ 38,91,428. ഇന്തോനേഷ്യയിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുമത വിശ്വാസികളിൽ ഏറിയ പങ്കും ഈ ബാലി ദ്വീപിൽ വസിക്കുന്നു. 2000 കണക്കെടുപ്പ് പ്രകാരം ദ്വീപ് സമൂഹങ്ങളിൽ 92.29% ആളുകളും ബാലിനീസ് ഹിന്ദുമത വിശ്വാസികൾ. ബാക്കിയുള്ളവർ ഇസ്ലാം ക്രൈസ്തവ മത വിശ്വാസികൾ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ GWK പാർക്കിൽ അവിടെ എത്തിയിട്ടാണ് നമ്മൾ മോട്ടോർ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൽ അതിനുശേഷം ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് നമുക്ക് നടക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വണ്ടികളിലാണ് നമ്മളെ പാർക്കിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. Welcome to the Garuda Wisnu Kencana to Plaza Bagawan to buy ticket inside, okay? നമ്മൾ അങ്ങനെ പ്ലാസ ഭഗവാൻ എന്ന് പറയുന്ന ഏരിയയിൽ എത്തിയിട്ടാണ്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്കിനി അകത്തോട്ട് പോകാൻ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. കശ്യപ ഭഗവാനും ആളുടെ വൈഫിൻ്റെയൊക്കെ ഒരു പ്രതിമകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് റെഗുലർ 125K ആണ്. അടുത്തത് ഈറ്റ് ആൻഡ് ട്രിപ്പ്, അതിന് 200K ആണ്. 1 കിലോമീറ്റർ നടക്കണം പറഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ നടക്കാം. നടക്കണ ഓപ്ഷൻ എടുത്തത്. അപ്പൊ അതിന് ഇത്തിരി പൈസ കുറവാണ്. അതിൽ ബഗിക്ക് ഉള്ള പൈസ നമ്മൾ വേറെ കൊടുക്കണം. അപ്പൊ നമ്മള് അവിടുന്ന് ഫുഡിന്റെ ഒരു കൂപ്പൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഫുഡിന്റെ ഒരു കൂപ്പൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകട്ടെ. ഇവിടെ എന്റെ സ്വിച്ച് ആയി. നമ്മൾ പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് അതിന്റെ വഴിയോടെ തന്നെ. അതെന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ്. ആ ഷോപ്പിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ നമുക്ക് ഈ ഗരുഡ വിഷ്ണുവിന്റെ ചെറിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസ് വരുന്നത്. അവിടെ ഒരു ഗരുഡ വിഷ്ണുവിന്റെ ചെറിയൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മള് വെസ്റ്റിന് തുടങ്ങിയപ്പോ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ റെസ്റ്റോറന്റിൽ പോകണം. നമ്മുടെ കയ്യിലുള്ള ഫുഡ് കൂപ്പണും കൂടി ഞങ്ങൾ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് ജിഞ്ചർ ഐസ് ടീ എല്ലാം കുടിച്ച് എല്ലാം നിന്ന് അപ്പോഴാണ് അവർ പറയുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ അത് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് നമുക്ക് ഫ്രീ അല്ല, കുറച്ച് പൈസയും കൂടി അതിൻ്റെ കൂടെ പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അത് കാരണം നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൂപ്പണിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ബുഫേ കഴിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്നു. അവിടെ നല്ല നല്ല വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെയും അടിപൊളി ഒരു ബുഫേ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നല്ല രീതിയിൽ കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ GWK പാർക്കിൻ്റെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടത്.
Pertunjukan kesenian Amphitheater GWK. ആംബി തിയേറ്ററിലെ അവരുടെ ട്രഡീഷണൽ ഡാൻസ് കണ്ടതിന് ശേഷം നമ്മൾ GWK പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നത്. അവിടെ പഞ്ച് ചെയ്ത് അകത്ത് കയറി പ്ലാസ കുറ എന്നൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളും ഇതൊക്കെ കാണാനുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് പ്ലാസ വിഷ്ണു. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ ഒരു സ്റ്റാച്ചു ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പ്ലാസ വിഷ്ണു എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് നമുക്ക് GWK സ്റ്റാച്ചുവിൻ്റെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് പ്ലാസ ഗരുഡ എന്ന സ്ഥലത്തെത്തുന്നത്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഗരുഡൻ്റെ വളരെ വലിയൊരു സ്റ്റാച്ചുവും അതേപോലെ അതിൻ്റെ ഒരു കൂടും മുട്ടയും ഉള്ള ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങനെ നടക്കണം പറഞ്ഞത്. നമുക്കിങ്ങനെ നടക്കാം. ഇവിടെ കേബിൾ കാറിൻ്റെ ഒക്കെ ഒരു പണി നടക്കണ്ട കേട്ടോ. ഫ്യൂച്ചറിൽ മിക്കവാറും കേബിൾ കാറൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. തണലുള്ള സ്ഥലത്ത് വരുമ്പോൾ വലിയ ചൂടില്ല കേട്ടോ. അല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഗരുഡ വിഷ്ണു കൾച്ചറൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന 122 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് ഗരുഡ വിഷ്ണു കഞ്ചന സ്റ്റാച്ചു അഥവാ GWK സ്റ്റാച്ചു. നോമാൻ നുവാർട്ടയാണ് ഇത് രൂപകൽപ്പന ചെയ്യുകയും 2018 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. 46 മീറ്റർ ബേസ് പീഠം ഉൾപ്പെടെ സ്മാരകത്തിൻ്റെ ആകെ ഉയരം 122 മീറ്റർ ആണ്. തൻ്റെ അടിമയായ അമ്മയെ മോചിപ്പിക്കാൻ അമൃതം ഉപയോഗിക്കാനുള്ള അവകാശത്തിന് പകരമായി ഗരുഡൻ വിഷ്ണുവിനെ ഓടിക്കാൻ സമ്മതിച്ചു. ഈ സ്മാരകം 2018 ജൂലൈ 31 പൂർത്തിയാകുകയും 2018 സെപ്റ്റംബർ 22 ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഒരു ഹിന്ദു ദേവന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമയും ഇന്തോനേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുമാണ് ഇത്. ഗരുഡ വിഷ്ണു സ്റ്റാച്ചു കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഏരിയ കിട്ടുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസാന എന്ന് പറഞ്ഞൊരു മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. അവിടെ അതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രഡീഷണലായ ബാലനീസിൻ്റെ ജീവിത രീതികളും അവരുടേതായ വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു അവസരമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതേപോലെ ബാലനീസിൻ്റെ ട്രഡീഷണലായ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. അതിന് നമ്മൾ പേ ചെയ്യണം. എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ഒരു മ്യൂസിയം. ഈ മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഉൽവാത്തു ടെമ്പിളിൻ്റെ അവിടെ ഏരിയയിലേക്കാണ്. 50,000 ഇന്ത്യൻ റുപ്പീസാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. പ്രശസ്തമായ 6 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉലുവാത്തു ക്ഷേത്രം. പുര ലുഹൂർ ഉലുവാത്തു എന്നാണ് ബാലനീസ് ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത്. ലുഹൂർ എന്നാൽ ദൈവിക ഉത്ഭവം എന്നാണ് അർത്ഥമാക്കുന്നത്. ബാലനീസ് സംസ്കാരത്തിൻ്റെ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഉലുവാത്തു ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 70 മീറ്റർ ഉയരത്തിൽ കുത്തനെയുള്ള പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സൂര്യാസ്തമയ സമയത്ത് അതിമനോഹരമാണ്.
എല്ലാ വൈകുന്നേരങ്ങളിലും അവിടെയുള്ള ആംഫി തിയേറ്ററിൽ ആകർഷകമായ ബാലി, സ്കെച്ച് ഡാൻസ്, ഫയർ ഡാൻസ് പ്രകടനങ്ങളും അരങ്ങേറുന്നു. നമ്മളിപ്പോൾ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൽവാത്തു ടെമ്പിളിൻ്റെ അവിടെ വന്നിട്ട് നല്ലൊരു ക്ലിഫിന്റെ നല്ലൊരു വ്യൂ ആണ് കണ്ടിട്ട്. അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു കടലിന്റെ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കിനിയിപ്പോ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് തിരിച്ചു പോവാം. അടുത്ത കാഴ്ചയിലെങ്കിൽ പുതിയൊരു വീഡിയോയിൽ കാണാം. നാളെ രാവിലെ മുതൽ ഇനി പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.